ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് മക്ലൂബ് റൈസ്. ഇതൊരു അറേബ്യൻ റൈസാണ് കേട്ടോ. ഇത് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നേരത്തെ പറഞ്ഞു വെച്ച റൈസിനുള്ള സാധനങ്ങളാണ് കേട്ടോ അത്. അപ്പോൾ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അത് ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ ക്യാബേജ് നല്ല വൃത്തിയായി കഴുകിയിട്ട് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ക്യാപ്സിക്കം ഞാൻ വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റും വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിഴങ്ങും ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2 സവാളയും നീളത്തിൽ വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി, പിന്നീട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും നമ്മുടെ ഒരു മിക്സിയിൽ ജാർക്കിട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പാനാണ് കേട്ടോ. അത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അത് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുത്തിട്ട് ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറിയും ആ പാനിലിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് തന്നെയാണ് ഈ റൈസിൻ്റെ പ്രത്യേകത. ഈ പച്ചക്കറി എല്ലാം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസും കൂടിയാണ് കേട്ടോ ഇത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉരുളിയാണ് കേട്ടോ. അത് നല്ലവണ്ണം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ് എന്നിവ ഇട്ടിട്ട് പിന്നീട് ചതച്ചത് ഇടുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പച്ചമുളകും വെളുത്തുള്ളി ഇല്ലേ, അത് ഇട്ടിട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം, ഒരു സവാളയും കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് അറേബ്യൻ മസാല, മുളക് പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് നല്ലവണ്ണം എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ മസാലയിലോട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ചിക്കൻ ഇട്ട് വേവിച്ചിട്ടുള്ളത്. ഇത് നല്ലവണ്ണം ചിക്കൻ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ചിക്കനിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടി മാത്രമാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കന് നല്ലവണ്ണം അടച്ച് വെച്ചിട്ട് നല്ലവണ്ണം വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഈ പരുവത്തിലാവണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ചിക്കൻ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഫ്രൈ ആക്കുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ചിക്കനിലോട്ടുള്ള റൈസ് ഞാൻ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചത് ബസ്മതി റൈസാണ് കേട്ടോ. ഇത് ഞാൻ സാധാരണ നെയ്ച്ചോറ് വെക്കുന്നത് പോലെയാണ് വെച്ചിട്ടുള്ളത്. ഇത് പിന്നീട് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ആണ് ദമ്മിട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ചിക്കന്, പിന്നെ പച്ചക്കറി മേലെ വെച്ചിട്ട് അങ്ങനെ ദമ്മിട്ട് കൊടുത്തിട്ടാണ് ഇത് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബിരിയാണിയിലോട്ടൊക്കെ ദമ്മിടുന്നത് പോലെയാണ് കേട്ടോ ഞാൻ ഇവിടെ ദമ്മിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ബാലൻസ് വന്ന പച്ചക്കറികളെല്ലാം ഞാൻ മുകളിലോട്ട് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയൊരു അറേബ്യൻ റെസിപ്പിയാണ് കേട്ടോ.